എല്ലാവർക്കും നമസ്കാരം. ചാനൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് റമീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് ഇസ്ലാം മതവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടെ. ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ആര് പുസ്തകം വരുന്നില്ലേ, ജാമിദ ടീച്ചറിൽ നിന്നും വേറൊരുത്തി വരുന്നില്ലേ, എവിടെയൊക്കെ എന്താണ്, എവരുടെയൊക്കെ ജോലി എന്താണ്? ഇസ്ലാമിനെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയായിട്ട് നടക്കുക, ഇസ്ലാമിന് മതം എൻ്റെ മതം ഇസ്ലാമാണെന്ന് പറയാം, അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകണം. പുറത്തു പോയിട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ യഹൂദ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം, ആണത്തം വേണം. തന്തയ്ക്ക് പിറക്കണമെങ്കിലേ അത് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ശരി, ചാനൽ ചർച്ചയിൽ കൊഴുക്കുകയാണ്, ഇസ്ലാമിനെ ആക്ഷേപിക്കുക, അതാണ് അവരുടെ അജണ്ട, അല്ലാതെ വേറൊന്നുമല്ല. ഇസ്ലാമിൽ ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പെൺകുട്ടി ഒരു മുസ്ലിം നാമധാരിയായ ഒരു പയ്യനെ പ്രേമിക്കുന്നു, അവൾ കണ്ടതാണ്, അവൻ വേറെ ഇമോറൽ ട്രാഫിക്കിന് അവൻ പോലീസ് സ്റ്റേഷനിൽ അകത്തായവനാണ്, പിന്നെ എന്തിനാണ് അവന്റെ വേഗത്തിൽ നടക്കുന്നത്? അവന്റെ എന്ത് കണ്ടിട്ടാണ് നടക്കുന്നത്? ഒന്നുകിൽ അവന് സൗന്ദര്യം വേണം, അല്ലെങ്കിൽ അവന് നല്ല ആരോഗ്യം വേണം, അല്ലെങ്കിൽ അവന് പണം വേണം. ഇതൊന്നും ഇല്ലാത്ത ഒരു തെണ്ടി ചെറുക്കൻ്റെ ബാക്കിൽ പോയിട്ട്, അല്ല ഞാൻ നിന്നെ കെട്ടു പക്ഷേ ഞാൻ മതം മാറൂല എന്ന് പറഞ്ഞ് അങ്ങനെ പോകേണ്ട കാര്യമില്ല. നാട്ടിൽ വേറെ ചെറുപ്പക്കാരല്ലേ? ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുമത വിശ്വാസി, ക്രിസ്തുമതത്തിൽ വേറെ ചെറുപ്പക്കാരൊന്നും ഇല്ലേ? അതെന്താ ആ വീട്ടില് അവർക്ക് ആ കുടുംബത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലേ? നല്ലൊരു പെൺകുട്ടി കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയാ ഏതെങ്കിലും നല്ലൊരു വീട്ടിൽ ഉള്ള ക്രിസ്ത്യൻ പയ്യനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തൂടെ? അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവനെയും ഇവനെയും എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മതത്തെ കുറ്റം പറയാൻ വേണ്ടി നടക്കരുത്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ജിഹാദ് ഈ ദുനിയാവിലില്ല. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ഇറങ്ങി തുനിഞ്ഞിരിക്കുന്ന ഈ തന്തയില്ലാത്ത സ്വഭാവം കാണിക്കരുത് ആരും. ആണത്വം വേണം, അന്തസ് വേണം, അഭിമാനം വേണം. അങ്ങനെയുള്ള ആരും ഇസ്ലാമിനെ കുറ്റം പറയില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം തുറന്ന പുസ്തകമാണ്. അതിന് നീ ആരിഫ് ഹുസൈന അവന്റെ തന്തയോ വന്നെന്ന് വിചാരിച്ചെന്ന് ഇസ്ലാമിന്റെ നിയമം മാറ്റാൻ നോക്കില്ല. പറഞ്ഞത് പറഞ്ഞു തന്നെയാണ്, ആ നിയമം അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനൊന്നും യാതൊരു മാറ്റമില്ല. അത് മാറ്റാൻ ആരിഫ് ഹുസൈനോ ജാമിദ ടീച്ചറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറ്റകളോ വന്നെന്ന് വിചാരിച്ചെന്നും ഇസ്ലാമിന്റെ നിയമം മാറില്ല. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോ ഈ ആരെങ്കിലും പിടിച്ച് മതത്തിൽ ചേർത്തിട്ട് എന്താണ് നേടാനുള്ളത്? അവരുടെ നേട്ടം, അതിൻ്റെ ഉള്ള നേട്ടം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരി. അതായത് ഇസ്ലാം മതത്തിൽ തന്നെ ആവശ്യത്തിന് കണക്കിന് പെൺകുട്ടികളുണ്ട്. എനിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ള ഇതാണ്, അതായത് നമ്മുടെ സമുദായത്തിൽ തന്നെ ആവശ്യം പോലെ പെൺകുട്ടികളുണ്ടല്ലോ. നിങ്ങൾ ഈ ചരിത്രം കാണിക്കാനായിട്ട് അന്യ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമിക്കാൻ നടക്കുന്നതെന്ന് ഇതുപോലെ എല്ലാ മതക്കാരും, ക്രിസ്ത്യൻ ആയിരുന്നാലും ശരി, ഹിന്ദു ആയിരുന്നാലും ശരി, പറഞ്ഞ് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് നിങ്ങൾ പ്രേമിക്കുന്നെങ്കിൽ നമ്മുടെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ പ്രേമിക്കാൻ വേണ്ടി പറയണം. അല്ലാതെ ഒരു സമുദായത്തിനെ താറടിച്ച് കാണിക്കാൻ ചാനലിൽ വന്നിരുന്ന് കുത്തിയിരുന്ന് വെറുതെ അനാവശ്യമായ ചർച്ചകൾ ചെയ്യാൻ ലജ്ജയില്ലേ? ഈ സാംസ്കാരിക കേരളത്തിലെ അന്തരീക്ഷം മലീമസമാക്കരുത് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.